ഓം പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 97 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: അണുവറിവിൻ മഹിമാവിലംഗമില്ലാതെ അണയും അഖണ്ഡവും അന്നു പൂർണ്ണമാകും. അനുഭവിയാതെ അറിവില അഖണ്ഡമാം ചിദ്ഘനമിത് മൗനഘനാമൃതാപ്തിയാകും. അണുവറിവിൻ മഹിമാവിലംഗമില്ലാതെ അണയും അഖണ്ഡവും അന്നു പൂർണ്ണമാകും. അനുഭവിയാതെ അറിവില അഖണ്ഡമാം ചിദ്ഘനമിത് മൗനഘനാമൃതാപ്തിയാകും. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. അണു എന്ന് പറയുമ്പോൾ ജീവൻ, അറിവിൻ, കേവലമായ അറിവിൻ്റെ മഹിമാവിൽ, മഹത്വത്തിൽ അംഗമില്ലാതെ ശാരീരികത അറ്റുപോയി അണയും, വിലയം പ്രാപിക്കും. അഖണ്ഡവും അന്ന്, അഖണ്ഡമായ സത്യം അപ്പോൾ പൂർണ്ണമാകും, പൂർണ്ണതയെ പ്രാപിക്കും. അനുഭവിയാതെ അറിവില്ല, സ്വാനുഭൂതി വരാതെ ഇതറിയില്ല. അഖണ്ഡമായ ചിദ്ഘനമിത്, ചിദ്ഘനമാണിത്, മൗനഘനാമൃതാപ്തിയാകും. മൗനം ഘനീഭൂതമായ അമൃതസാഗരമാണിത്. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ജീവൻ കേവലമായ അറിവിൻ്റെ മഹത്വത്തിൽ ശാരീരികത അറ്റുപോയി വിലയം പ്രാപിക്കും. അഖണ്ഡമായ സത്യം അപ്പോൾ പൂർണ്ണതയെ പ്രാപിക്കും. സ്വാനുഭൂതി വരാതെ ഇത് അറിയില്ല. അഖണ്ഡമായ ചിദ്ഘനമാണിത്, മൗനം ഘനീഭൂതമായ അമൃതസാഗരമാണിത്. നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. കടൽക്കരയിലെ പുൽക്കൊടിയിൽ തങ്ങി നിന്നിരുന്ന ജലകണം കടലിൽ വീണു. പെട്ടെന്നത് കടലായി മാറി. ആ ജലകണത്തിന് കടലാകുവാൻ ഒരു നൊടി മതി. പക്ഷേ ഒരുപാട് കാത്തിരുന്നിട്ട് വേണം കടലിൽ അണയുവാൻ. അണുവായ ജീവൻ എത്രയെത്ര സഞ്ചരിച്ചാണ് ആത്മാവിൻ്റെ തീരത്തെത്തിയിരിക്കുന്നത്. ആ മഹിത വിശാലതയെ കണ്ടപ്പോൾ ജീവന്റെ ഉള്ളിൽ നിന്നും ഒരു സ്വരം വന്നു: നിന്റെ സ്രോതസ്സാണ് ഈ അനന്തത. ഈ അനന്തതയിൽ അലിയാനാണ് നീ ജനിച്ചത്. അതാണ് നിന്റെ സായുജ്യം. ജീവന്റെ ജീവത്വം അറിവിന്റെ മഹത്വവുമായി കലർന്നൊരുകി ഒന്നായി തീർന്നു. ഖണ്ഡിതമല്ലാത്തൊരു ബോധം, അനുഭവത്തിന്റെ പൂർണിമ. തേൻ കുടിച്ചിട്ടില്ലാത്ത ഒരാളോട് തേനിന്റെ മധുരമയെക്കുറിച്ച് എങ്ങനെ മൊഴിയാനാണ്? പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവുകയില്ല. അന്തരാത്മാവിന്റെ തേനിമ്പം സ്വാനുഭൂതി കൊണ്ട് തന്നെ നുണയണം. പിന്നെ ഒന്നും മിണ്ടാൻ കഴിയുകയില്ല. ആത്മശാന്തിയുടെ അഗാധതയിൽ മൗനം തിടം വെച്ചു നിൽക്കുന്നു. ഘനീഭൂതമായ മൗനം, ചിന്താരഹിതമായ ഭൂമിക, അമൃതത്തിൻ്റെ നീലസാഗരം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 97 മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.